ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സെം എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു വ്ളോഗ് എടുത്താൽ കളയാമെന്ന് വിചാരിച്ച്, അതായത് എക്സാം ബേസിലുള്ള വ്ളോഗ്. ഇപ്പോൾ രാവിലെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. രാവിലെ ഇപ്പോൾ പോയാൽ ഹോൾ ടിക്കറ്റ് എടുക്കണം, കുറച്ച് പരിപാടിയായിട്ട് നേരെ ഓഫ് ടു കോളേജ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഈ സ്റ്റാർ നമ്മളത് അവിടെ തൂക്കാൻ വേണ്ടിയിട്ട് പോകാനാട്ടോ. കണ്ടില്ലേ, നമ്മുടെ പുള്ളിങ്കോ സ്റ്റാറാണ് ഗൈസ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ വാങ്ങിച്ച സ്റ്റാറുകളാണ്. പിന്നെ അത് അവിടെ നമ്മൾ മുമ്പ് സീനിയേഴ്സ് പഠിച്ചിരുന്ന സ്റ്റാർ നമ്മളവിടെ തൂക്കിയതല്ല, ഇതിന് മുമ്പ് തന്നെ തൂക്കിയിട്ടിരുന്ന സാധനമാണ്. നമ്മളിത് ഇപ്പം ഇതിനെ ഇവിടെ തൂക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. കഴിഞ്ഞ വർഷം അവിടെ തന്നെ തൂക്കിയത്. ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റാർ ഇത് അവിടെ ഇട്ട് കത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലൂടെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റീസിൻ്റെ ക്ലാസ്സിൽ കയറി നമുക്ക് ബെഞ്ച് എടുക്കാം. സ്റ്റൂളില്ലല്ലോ, ഇതൊക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ ഒരു സീരിയസ് സെറ്റ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഇവിടെ ഇട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സ്റ്റാർ ഇട്ട് സീരിയസ് സെറ്റും വാരിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ. അതോടൊപ്പം തന്നെ നമ്മളത് അവിടെ ഒരു ക്രിസ്മസ് ട്രീ എടുത്ത് അവിടെ വെച്ച് വെച്ചിരിക്കുന്നു. അപ്പം എല്ലാം പഠിച്ചാടേ. ഓ, കണ്ടില്ലേ, വായിച്ചുണ്ടാക്കിയിരിക്കുകയാണ് ഗെയ്സ്. ഗെയ്സ് അവർക്ക് ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നു. ഐ.ഡി. കാർഡിൻ്റെ ഫോട്ടോ അല്ലെ, നമുക്ക് മറ്റേത് റെന്റിന് ചോദിച്ചു നോക്കാം. അറിയാം, ഇത് മതിയാ റെന്റിന്. ടൂർ പോകുമ്പോൾ റെന്റിന് ഇതിലെടുത്ത് തരാന്ന് പറയാം. ഗൈസ്, ഇനി ഒന്ന് വായിക്കിട്ട് എക്സാമൊക്കെ ഇല്ലേ, സമയം ആയിട്ടുണ്ട് 12:30. എങ്ങനെ ഉണ്ടായിരുന്നടാ എക്സാം? பாண்டியம்மாள் ஃப்ரெண்ட்ஸ், பாண்டியம்மாள் ஒன் டே கிளாஸ்ல ஜாயின் பண்ணிருக்காங்க. எக்ஸாம் ரிவ்யூ ഒന്നാം തീയതിയിലടാ. നന്നാവും. നീ പറ എക്സാം. ഞാൻ കുറെ പഠിച്ചു, അത് ഞാൻ എഴുതി വെച്ചു. അവര് തന്ന ക്വസ്റ്റ്യൻ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എക്സാം റിവ്യൂ വളരെ മികച്ചതായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ജയിക്കും. ഓ, അത് ശരി. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. ഇനി എന്നെ ഇവിടെ ആവശ്യമില്ല. ഞാനൊരു പൊട്ടൻ. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. എന്നെ അടുത്താ എല്ലാരും അടുത്ത് അല്ല ടീച്ചർ അല്ല, തിരിച്ച് എണ്ണി വെക്ക്. നമ്മളിരുന്നിടത്ത് നമ്മൾ വരുള്ളായിരുന്നു. ഓ, ഞാൻ അതാണ് ആദ്യമേ ഞാൻ എണ്ണിയത്. ഓ, അപ്പോഴെനിക്ക് വോയിസ് ഇല്ല. ടീച്ചർ വ്ളോഗ് കണ്ടിട്ട് പഴയ പ്രിൻസിപ്പൽ ജയിക്കൂ. ഉറപ്പില്ല അളിയാ. ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് എക്സാം ഉണ്ട്. അപ്പോൾ കോളേജിൽ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബോട്ടണി എക്സാം തന്നെയാണ്, സെക്കൻഡ് പേപ്പർ. അതായത് ബോട്ടണിയിൽ 3 പേപ്പറുണ്ട്, അതിൽ രണ്ടാമത്തെ പേപ്പറാണ് ഇന്ന് എഴുതാൻ പോണേ. എന്തായാലും പോയിട്ട് കാണാം. ഏയ് ഗൈസ്, അപ്പോൾ അങ്ങനെ കോളേജിൽ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ഓർത്തത് കോളേജിൽ വ്ളോഗ് എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എക്സാമിൻ്റെ കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുത്തില്ല. അതോടൊപ്പം തന്നെ എക്സാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം എഴുതിയെന്ന് തന്നെ പറയാം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അതേ സെയിം ക്വസ്റ്റ്യനായിരുന്നു. അപ്പോൾ ചിലപ്പോൾ എക്സാം മാറ്റാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിഞ്ഞത് ഇന്ന്.
അപ്പോൾ നാളെയൊക്കെ ആയിരിക്കും ന്യൂസിലൊക്കെ വരുന്നത്. അതായത് 2024-25 മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും അതേപോലെ ആയിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ. അപ്പോൾ മാറ്റിയാലും കുഴപ്പമില്ല, മാറ്റണ്ട, മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മറ്റൊന്ന് എക്സാം ഉണ്ട്. മറ്റൊന്നിനുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ടഫ് സബ്ജക്റ്റാണ്. അത് ബോട്ടണിയിലെ പേപ്പർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ സെൽ ബയോളജി അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ബോട്ടണി പഠിക്കുന്ന പിള്ളേർ ഉണ്ടെങ്കിൽ അവർക്ക് റിലേറ്റ് ആകും. അപ്പോൾ അത് ഇനി വേണം ഇരുന്ന് നോക്കാനായിട്ട്. ഫുൾ ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഇന്നത് എളുപ്പം ഉണ്ടായിരുന്നത് വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ് അങ്ങനെ കോളേജിൽ വന്നു. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. കുറേ നോക്കിയിട്ടുണ്ട്. മൊബൈലും കൊണ്ടിരിക്കുന്നു. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തോ സീരിയൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മളെ സെക്കൻഡ് ഇയേഴ്സ് ക്ലാസ്സാണ് കേട്ടോ. 3 hours later. എക്സാം റിവ്യൂ കൊള്ളായിരുന്നു, ജയിക്കാൻ സാധ്യതയുണ്ട്. നല്ല ഈസി ക്വസ്റ്റ്യൻ. ഇന്ന് വൈകുന്നേരത്തെ ന്യൂസിൽ വരും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോയിന്ന് ഉറപ്പാ. അതെ അതെ, എക്സാം റിവ്യൂ. വാക്കകത്തുണ്ട് ചെറാൻ. ഇവിടെ ബാക്കിയത് വൈഡ് സാധനം, ബാക്കി അതൊന്നും കയറിയൊന്നുമില്ല. ഇതിന്റെ ചോദിച്ചില്ല, ചോദിക്കാൻ പറഞ്ഞാൽ മതി. ഇനി വരാം. എക്സാം റിവ്യൂ. ജയിക്കൂലേ? ഓ ജയിക്കും, ഞാൻ ജയിക്കും, പാസ്സാവും. പിന്നെ ഏയ് ഗൈസ് അങ്ങനെ എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ ഒന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഔട്ട്രോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ മെനിങ്ങാന്ന് എഴുതിയ എക്സാം വീണ്ടും എഴുതാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വന്നു. അതായത് 13-ാം തീയതിയും ആയിട്ട് എഴുതാനായിട്ട്, അതായത് അടുത്ത വർഷം, അതായത് ജനുവരി 2026 നമുക്ക് എക്സാം ഒന്നും കൂടെ എഴുതാൻ വേണ്ടിയിട്ട് ഉള്ള നോട്ടിഫിക്കേഷൻ ഈ ഇടയ്ക്ക് ഇപ്പോഴായിട്ട് ഉച്ചയായപ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അത് എനിക്ക് വ്ളോഗിൽ പറയണമെന്ന് തോന്നി. അതായത് ഈ എക്സാം സീരീസിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ച്. നമുക്ക് 12-ാം തീയതി ഒരു എക്സാം ഉണ്ടായിരുന്നു, അതും മാറ്റി വെച്ച്. അത് 9-ാം തീയതിയോ 8-ാം തീയതിയോ എന്തോ, അതും നമുക്ക് ജനുവരിയിലാണ് പറഞ്ഞത്. അപ്പോൾ 2 എക്സാം മാറ്റി. അപ്പോൾ ആ സമയം വരെ നമ്മുടെ എക്സാം സീരീസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. കാരണം അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് IV വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പിൻ്റെ വ്ളോഗ് വരും. അത് ഈ ഇതൊക്കെ വീഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ആവുന്നതിന് മുമ്പേ ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അത് നമുക്ക് വേറെ വ്ളോഗായിട്ട് ചെയ്യാം എന്തായാലും എക്സാമിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം ഫുൾ കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൽ സൈനിങ് ഔട്ട്.